വലതുപക്ഷ നിരീക്ഷകനായിട്ടുള്ള ശ്രീജിത്ത് പണിക്കരുടെ പിറന്നാളായിരുന്നു 2-3 ദിവസങ്ങൾക്ക് മുമ്പ്. അന്ന് അദ്ദേഹം ഒരു ചിത്രം പോസ്റ്റ് ചെയ്യുകയുണ്ടായി. അത് മറ്റൊന്നുമല്ല, നമ്മുടെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അദ്ദേഹത്തെ സന്ദർശിക്കുകയും ആശംസകൾ നേരുകയും ഒക്കെ ചെയ്തതാണ്. ഇതൊരു പേഴ്സണൽ ബന്ധമാണ് എന്നൊക്കെ പറയുമ്പോഴും ഇവര് ഫോളോ ചെയ്യുന്ന രാഷ്ട്രീയം വേറെയാണ്. അപ്പോ ഒരു വിഭാഗം ആളുകൾ ചോദിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, BJPയിൽ പെട്ടിട്ടുള്ള ഒരാൾ പോലും ശ്രീജിത്ത് പണിക്കരെ കാണാനായിട്ടോ ആശംസ അറിയിക്കാനായിട്ടോ ചെന്നിട്ടില്ല. വേണ്ട രീതിയിൽ ശ്രീജിത്ത് പണിക്കരെ BJP പോലും ഉപയോഗിക്കുന്നില്ല. പിന്നെ മറ്റൊന്ന് എന്ന് പറയുന്നത്, എന്തുകൊണ്ട് രമേശ് ചെന്നിത്തല സന്ദർശിച്ചു എന്നുള്ളതാണ്. സത്യത്തിൽ ഇത്തരത്തിലുള്ള വാദങ്ങൾക്കൊക്കെ എന്തെങ്കിലും കഴമ്പുണ്ടോ സർ? ഇല്ല, ഇത്തരം വാദത്തിനൊന്നും ഒരു കഴമ്പില്ല. കാരണം നമ്മളിപ്പോൾ എതിർ രാഷ്ട്രീയക്കാരനാണ് അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടിയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ് എന്നുള്ളത് കൊണ്ട് വ്യക്തിപരമായ സൗഹൃദങ്ങളൊന്നും കീപ്പ് ചെയ്യാൻ പാടില്ല എന്നൊന്നുമില്ല. അപ്പം എനിക്കൊക്കെ അടക്കം നിരവധി അത്തരത്തിലുള്ള വ്യക്തിപരമായിട്ടുള്ള സൗഹൃദങ്ങൾ ഉണ്ട്. ചിലരൊക്കെ വിളിക്കാറുണ്ട്, സംസാരിക്കാറുണ്ട്. പക്ഷെ എന്നും പറഞ്ഞ് നമ്മൾ അവരുടെ രാഷ്ട്രീയ പാർട്ടിക്കാരൊന്നുമല്ല. പിന്നെ ബർത്ത്ഡേക്കൊന്നും ആരും വീട്ടിലേക്ക് കയറി വന്നിട്ടില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിപ്പോൾ ബർത്ത്ഡേ ഒന്നും നമ്മളങ്ങനെ പബ്ലിസൈസ് ചെയ്യാത്തത് കൊണ്ടിട്ടായിരിക്കാം ആരും വന്നിട്ടില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, അങ്ങനെ അർഹിക്കുന്ന പരിഗണന മറ്റേ പണിക്കർക്ക് കൊടുത്തില്ല എന്നൊക്കെ പറയുന്നതിൽ ഞാൻ വിശ്വസിക്കുന്നില്ല. BJP ഇടക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. ഒരു തവണ കെ സുരേന്ദ്രൻ, അന്ന് അദ്ദേഹം BJPയുടെ സംസ്ഥാന പ്രസിഡന്റാണ്. സംസ്ഥാന പ്രസിഡന്റായിട്ട് ഇരിക്കുമ്പോൾ തന്നെ ഒരു വാർത്താ സമ്മേളനത്തിൽ വെച്ച് അദ്ദേഹം ചെറിയൊരു പരിഗണന കൊടുത്തിരുന്നു. അന്ന് പണിക്കരെ വിളിച്ചത് ആക്രി പണിക്കർ എന്നാണ്. അപ്പൊ അങ്ങനെയുള്ള ചില പരിഗണനകൾ പണിക്കർക്ക് എന്ത് ചെയ്യാറുണ്ട്, കിട്ടാറുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. പിന്നെ രണ്ടാമത്തെ ഒരു പരിഗണന കൊടുത്തത് അത് പിന്നെ ശരിക്കുള്ള പരിഗണനയായിരുന്നു. മറ്റേ അയോധ്യ രാമജന്മഭൂമി ക്ഷേത്ര ട്രസ്റ്റിൽ നിന്ന് അദ്ദേഹത്തിനൊരു ക്ഷണം വരികയും അദ്ദേഹത്തെ അവിടേക്ക് കൊണ്ടുപോവുകയും ചെയ്തിരുന്നു. അത് തന്നെ യഥാർത്ഥത്തിൽ വിവാദമാകേണ്ട ഒരു കാര്യം അതിനകത്തുണ്ട്. കാരണം അതിനുശേഷം പണിക്കർ വന്നിട്ട് നമ്മുടെ മറുനാടനിൽ വന്നൊരു ഇന്റർവ്യൂ എടുക്കുമ്പോൾ ഏതോ DYSPയുടെ കാറിലാണ് അദ്ദേഹത്തെ കൊണ്ടുപോയെന്ന് പറയുന്നു. അന്ന് തന്നെ എനിക്ക് ഡൗട്ട് അടിച്ചിരുന്നു, DYSPയുടെ കാറിലൊക്കെ എന്തിനാണ് ഒരാളെ വാഹനം, കാരണം അദ്ദേഹത്തിന് പോലീസ് വാഹനമായിരുന്നു. അപ്പൊ അതുകൊണ്ട് അങ്ങേ അറ്റം വരെ അദ്ദേഹത്തിന് പോകാൻ കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഒരു DYSPയുടെ കാറൊന്നും അതിനുവേണ്ടി ഉപയോഗപ്പെടുത്തേണ്ട ഒരു കാര്യമില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് അത് തന്നെ തെറ്റാണ് എന്നുള്ളത് പറഞ്ഞിരുന്നു. പക്ഷെ അത്തരത്തിൽ അർഹിക്കുന്ന പരിഗണന അദ്ദേഹത്തിന് അന്ന് കിട്ടിയിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ മറ്റേ അവിടെയുള്ളവർ മുഴുവൻ കള്ളന്മാരാണല്ലോ. ഇപ്പൊ നമുക്ക് മനസ്സിലായല്ലോ. അതായത് രാമക്ഷേത്ര ട്രസ്റ്റ് എന്ന് പറയുന്ന ആളുകൾ തന്നെ ഇത് ഏറ്റവും ആദ്യം തന്നെ ക്ഷേത്രം പണിതപ്പോൾ മുതൽ തന്നെ അതിന് 2 കോടി രൂപ 18 കോടി രൂപയ്ക്ക് അടിച്ചു മാറ്റി, സ്ഥലത്തിന്റെ വില 16 കോടി രൂപ അടിച്ചു മാറ്റുകയും അങ്ങനെ അടിച്ചു മാറ്റിയ ആളുകളാണ്. അപ്പൊ അവര് ചെറിയൊരു തോതിലുള്ള ഒരു പരിഗണന പ്രിയപ്പെട്ട ആർക്ക് കൊടുത്തു? പണിക്കർക്ക് കൊടുത്തിരുന്നു. ആ പരിഗണന ഇവിടെ മറുനാൾ ഷാജനൊക്കെ പണിക്കർക്ക് കൊടുക്കുകയും പണിക്കരെ ഇന്റർവ്യൂവിന് ക്ഷണിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ചില പരിഗണനകളൊക്കെ കിട്ടാറുണ്ട്, പക്ഷെ ചില പരിഗണനകൾ കിട്ടാറില്ല എന്നുള്ളതിൽ നമ്മൾ അത്രയും വിഷമിക്കണ്ട. BJP അത്രത്തോളം തകർന്നിട്ടില്ല എന്നുള്ളത് മാത്രം നമ്മൾ. അല്ല സർ, ഈ CAA ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളും വരുമ്പോൾ പണിക്കരാണ് സത്യത്തിൽ ഇതിനെ വളരെ ബുദ്ധിപരമായിട്ട് ജനങ്ങൾക്ക് മുമ്പിലേക്ക് അവതരിപ്പിച്ചു കൊടുക്കുന്നത്. ഇപ്പൊ ഞാൻ വായിച്ച സാറിനെ കാണിച്ച ഒരു പോസ്റ്റിൽ പറയുന്നുണ്ട്, കയ്യിൽ ചരടും കെട്ടി ഒക്കെ നടന്ന് കൊടി പിടിക്കാൻ നടക്കുകയാണ് എന്നുണ്ടെങ്കിൽ മാത്രം പോരാ, ബുദ്ധിപരമായിട്ട് ഈ ആശയങ്ങൾ എങ്ങനെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയുമെന്നുള്ള ഒരു വഴി കൃത്യമായിട്ട് കാണിച്ചു കൊടുത്തത് പണിക്കരാണ് എന്നൊക്കെയുള്ള നറേഷനാണ് വരുന്നത്. ഇതിന്റെ പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ പണിക്കര് പറയുന്ന അത്രയും ഇതിനെ വളച്ചൊടിക്കാനോ കൃത്യമായിട്ടോ ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതൊരു വാസ്തവമാണ്. ഇപ്പൊ ഞാൻ അപൂർവമായിട്ട് കാണാറുള്ളൂ. കാരണം പണിക്കരുടെ വീഡിയോകളൊക്കെ നല്ല റീച്ചുള്ള വീഡിയോ ആണ് കേട്ടോ, അതിലൊന്നും ഞാൻ പറയുന്നില്ല. പ്രത്യേകിച്ചും സംഘപരിവാർ അനുകൂല നിലപാട് ഇവിടെ എപ്പോൾ എടുത്താലും നല്ല റീച്ച് വീഡിയോക്ക് കിട്ടും. അതൊരു പ്രത്യേകതരം റീച്ചാണ്. ആ റീച്ച് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ ആളുകളെ നിർത്തി കറക്റ്റായിട്ട് റീച്ച് ഉണ്ടാക്കി കൊടുക്കുകയാണ്. പ്രജിത് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാന്ന് വെച്ചു. അപ്പൊ പ്രജിതക്ക് ആദ്യമേ തന്നെ ഒരു റീച്ച് അങ്ങോട്ട് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്ന വെച്ചാൽ പ്രജിത പിന്നെ അത്തരം കണ്ടന്റുകൾ മാത്രം എന്ത് ചെയ്യാൻ തുടങ്ങും, ഇടാൻ തുടങ്ങും. അപ്പൊ നിങ്ങൾ ഒരു ലൂപ്പിലേക്ക് എത്തിക്കുകയാണ്. അതായത് ആദ്യത്തെ ഫസ്റ്റ് അവറിൽ തന്നെ ഒരു 20,000 25,000 പേര് കാണുന്നു. അവർ വെറുതെ ഓൺ ചെയ്ത് വെച്ചിട്ട് അവിടെ വെച്ചാൽ മതി. അപ്പൊ അതുകൊണ്ട് എന്തെന്ന് വെച്ചാൽ ഇത് കണ്ടു തുടങ്ങുമ്പോഴത്തേക്കും പറഞ്ഞാൽ റീച്ച് സ്വാഭാവികമായിട്ടും ഉണ്ടാവും. അല്ലാതെ നേരത്തെ പണിക്കർക്ക് അത്ര റീച്ചൊന്നും ഉണ്ടായിട്ടുള്ള ഒരാളല്ല.
ഇപ്പൊ മറ്റൊരു ചാനലിൽ പ്രജിതക്കൊക്കെ നന്നായിട്ട് അറിയാവുന്ന പ്രജിതൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന പോലെ ഒരു ചാനലിൽ ഈ പുള്ളി ഒരു പരിപാടി തുടങ്ങുകയും ആ പരിപാടി ഇടയ്ക്ക് വെച്ച് നിർത്തുകയും ചെയ്തു. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളിക്ക് കാണാൻ ആഴ്ചക്കാരുണ്ടായിരുന്നില്ല. പിന്നെ ഏഷ്യാനെറ്റ് പുള്ളിനെ വലിയൊരു താരമായിട്ട് അവതരിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചതിന്റെ ഭാഗമായിട്ടാണ് പുള്ളിക്ക് അത്തരത്തിലുള്ള റീച്ച് കിട്ടിയത്. പിന്നെ അത് കഴിഞ്ഞ് ഇപ്പൊ സംഘപരിവാർ ഏറ്റെടുക്കുകയും ചെയ്തുകൊണ്ടാണ് ആ റീച്ച് ഉള്ളത്. അതിൽ നിക്കോളാസ് മഡൂറോയുടെ ഒക്കെ മറ്റേ വെനസ്വേലയിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയപ്പോ ഒരു വീഡിയോ കണ്ടു. എന്തൊരു അബദ്ധമാണ് പുള്ളി എഴുതി പറഞ്ഞേക്കണെന്ന് എനിക്ക് ആലോചിച്ചിട്ട് എനിക്ക് എത്ര കിടന്നിട്ടും എനിക്ക് ഉറക്കം വന്നില്ല. ലാസ്റ്റ് ഞാൻ വെളുപ്പിന് എഴുന്നേറ്റ് ഒരു വീഡിയോ ചെയ്തിട്ടാണ് അത് എന്ത് ചെയ്തത്. എന്റെ രോഷം ഞാൻ അടക്കിയത്. കാരണം വെനസ്വേലിയൻ പ്രസിഡന്റിനെ അമേരിക്കക്കാർ തട്ടിക്കൊണ്ടുപോയി. അത് വേറെ ഒന്നും വേണ്ടിയിട്ടല്ല, മറ്റേ ജനാധിപത്യം ഇല്ലായിരുന്നു അവിടെ. ഏത് ട്രംപ് ഇങ്ങനെ നോക്കിയപ്പോഴേ കുറച്ച് ജനാധിപത്യത്തോട് കുറവുണ്ടല്ലോ. അങ്ങനെ പോയാ പോരാ, അവനിങ്ങനെ തട്ടിക്കൊണ്ടുകൊണ്ട് കുറച്ച് ജനാധിപത്യം അങ്ങോട്ട് ഇതറി. ഏത് മറ്റേ ഫ്രണ്ട്സ് സിനിമയിൽ ജഗതി പറയുന്നുണ്ട്. അതായത് 4 പേര് കൂടി മറ്റേ ഒരു അലമാര എടുത്ത് പൊക്കി പിടിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അപ്പൊ ഞാൻ പിടിച്ചിട്ടുണ്ടായില്ല എന്ന് പറഞ്ഞപ്പോ ജഗതി ചോദിക്കുന്നുണ്ട്, നിന്നോട് ആരെങ്കിലും പറയണോ ഒരു ഇത് പിടിക്കാനായിട്ട് പറഞ്ഞു. അപ്പൊ അത് വീട് പൊട്ടിക്കഴിയുമ്പോഴത്തേക്ക് അത് ആന്റിക് പീസാണ്. അപ്പൊ മറ്റേ ജനാർദ്ദൻ ഓടി വന്നിട്ട് പറഞ്ഞിട്ട് അയ്യോ അതും പൊട്ടിച്ചതയും എത്ര പഴക്കമുള്ള മുതുമുത്തച്ഛന്മാർ ഉപയോഗിച്ചാണെന്ന് പറയുമ്പോൾ ജഗതി പറയുന്നുണ്ട്, ഓ അപ്പൊ കുഴപ്പമില്ല പേടിക്കാനല്ല, അത് പഴയതാന്ന് പറയുന്നുണ്ട്. എന്ന് പറയണ പോലെ ഇപ്പൊ ശ്രീ പണിക്കർ പറയണ അത് പഴയതാ, പേടിക്കാനല്ല. ഏത് അവിടെ കുറച്ച് ജനാധിപത്യം ഇല്ലാതെ അമേരിക്ക ഏതെങ്കിലും രാജ്യത്ത് ജനാധിപത്യം ഉണ്ടാക്കാൻ വേണ്ടി ഇടപെട്ടിട്ടുണ്ടോ? അമേരിക്ക അവരുടെ ബിസിനസ് താല്പര്യങ്ങളില്ലാതെ ഏതെങ്കിലും രാജ്യത്തേക്ക് കയറിയിട്ട് അവിടെ കുറച്ച് കഷ്ടതകൾ അനുഭവിക്കുന്നു ജനങ്ങൾ എന്ന് പറഞ്ഞ് ഇടപെട്ടിട്ടുണ്ടോ? അതാ ആര്? ട്രംപ് നയിക്കുന്ന അമേരിക്ക. അതും നമ്മൾ അടുത്തും കൂടി കാണാം. ആര്? ഡൊണാൾഡ് ട്രംപ് നയിക്കുന്ന അമേരിക്ക. ഞാനിത് CPM-ലെ ഏറ്റവും പ്രമുഖനായിട്ടുള്ള ഒരു നേതാവുമായിട്ട് ഞാൻ ഇത് പറഞ്ഞ് ചിരിച്ചു. അപ്പൊ ചിരിച്ചിട്ടും സത്യം പറഞ്ഞാൽ പുള്ളിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്ന് പറഞ്ഞാൽ പുള്ളി എന്നോട് 3 വട്ടം ചോദിച്ചു, പക്ഷെ ഇങ്ങനെ അവൻ പറഞ്ഞിട്ടുണ്ടോ എന്ന് എന്നോട് ചോദിച്ചു. എന്നിട്ട് എന്നോട് ചോദിച്ചു, എന്നിട്ട് ഇവനൊക്കെയാണോ ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ എന്നൊക്കെ പറഞ്ഞ് ഏഷ്യാനെറ്റൊക്കെ അവതരിപ്പിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പൊ അതുകൊണ്ട് ഇത്രയൊക്കെ ഉള്ളു സംഭവത്തിൽ. പിന്നെ കുറച്ച് ആളുകൾ ഇതൊക്കെ ഭയങ്കര വലിയ കാര്യമായിട്ട് എടുത്ത് കാണിക്കാറുണ്ട്. ഇപ്പൊ മനോരമയുടെ ഒരു പരിപാടിക്ക് വന്നിരുന്നു പുള്ളിയും, അതുപോലെ തന്നെ നമ്മുടെ വൈക്കത്ത് മത്സരിക്കും എന്ന് പറഞ്ഞിരുന്നു സണ്ണിയം കബിക്കാടും ഒക്കെ വന്നിരുന്നു. എന്നിട്ട് സണ്ണിയൻ കബിക്കാടിനെയൊക്കെ തകർത്തു എന്ന് പറഞ്ഞ് ഭയങ്കര പ്രചണ്ഡമായ പ്രചാരണം. എന്താ സംഭവം എന്നറിയോ? സംഭവം എന്താണെന്ന് വെച്ചാൽ ഒറ്റ കാര്യമുള്ളൂ. അപ്പൊ അംബേദ്കർ പറഞ്ഞത് എന്താണ് എന്നുള്ളതാണ് ചർച്ച. അപ്പൊ അംബേദ്കർ എങ്ങനെ വായിക്കപ്പെടണമെന്നുള്ളതാണ് ചർച്ച. ആ ചർച്ചയിൽ ഇവൻ പറയുന്ന, അതായത് ഈ നമ്മുടെ പണിക്കർ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ശ്രീ പണിക്കർ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അംബേദ്കർ മുസ്ലിം സമുദായത്തിലെയും അതിലെ അനാചാരങ്ങളെ കുറിച്ച് കുറ്റം പറഞ്ഞിരുന്നു എന്നാണ്. സത്യമാണ്. പക്ഷേ ഒരു സമുദായത്തിനകത്ത്, അതായത് അംബേദ്കർ ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുള്ളത് ഏതിനെ കുറിച്ചാണ്? ഹിന്ദു സമുദായത്തിനകത്തുള്ള പ്രശ്നങ്ങളെക്കുറിച്ചും അവിടെ നിലനിൽക്കുന്ന അനാചാരങ്ങളെ കുറിച്ചും അതിൽ കഷ്ടത അനുഭവിക്കേണ്ടി വരുന്ന അദ്ദേഹം അടക്കമുള്ള ഷെഡ്യൂൾഡ് കാസ്റ്റ് ഷെഡ്യൂൾഡ് ട്രൈബായിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണല്ലോ അദ്ദേഹത്തിന്റെ ജീവിതം മുഴുവൻ മാറ്റിവെച്ചത്. അതിനിടയിൽ അദ്ദേഹം ശരിയാണ്, അപ്പുറത്തും മോശമായിട്ടുള്ള കാര്യങ്ങളുണ്ട്, അതിൽ മറ്റേ ആചാരങ്ങളിൽ വലിയ തെറ്റുകളുണ്ട്, പല പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട്, അതിനെക്കുറിച്ച് അദ്ദേഹം അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇതിനെക്കുറിച്ച് വളരെ തന്ത്രപരമായ അതിനെക്കുറിച്ചാണ് എന്ന് പറഞ്ഞ ആ ചർച്ചയെ വഴിതിരിച്ചു വിടുന്ന ഒരു കാര്യമാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. എന്നിട്ട് ഇതെടുത്ത് സോഷ്യൽ മീഡിയയിലൊക്കെ ആഘോഷിക്കാനും അത് ഗംഭീരമായി തകർത്തടിച്ചു എന്ന് പറഞ്ഞ് നമ്മുടെ മറുനാടൻ ഷാജനൊക്കെ പിറ്റേ ദിവസം വീഡിയോ ചെയ്യും. അപ്പൊ അത്തരത്തിലുള്ള ആളുകളെ രമേശ് ജിയൊക്കെ ഇടക്ക് പോയി കാണുകയും അഭിനന്ദിക്കുകയും അദ്ദേഹത്തിന് ആയുരാരോഗ്യത്തോടുകൂടി ജീവിക്കാനുള്ള മറ്റേ ആശംസകൾ നൽകുകയും ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല. അല്ല സർ, അങ്ങനെ പിറന്നാളിന് പോകേണ്ട ഒരു ആവശ്യമോ അങ്ങനെയുള്ള അതിലേക്ക് വരുമ്പോഴാണ് ഇവിടെ കോൺട്രവേഴ്സി വരുന്നത്. BJP-യുടെ ആരും പോയില്ല, പക്ഷെ ഒരു കോൺഗ്രസ് നേതാവ് മാത്രമല്ലല്ലോ, ആഭ്യന്തരമന്ത്രിയല്ലേ. ആ ആഭ്യന്തരമന്ത്രി ഒരു പിറന്നാൾ ആശംസ അറിയിക്കാൻ വേണ്ടിയിട്ട് ശ്രീജിത്ത് പണിക്കരുടെ വീട്ടിലേക്ക് പോവുക എന്നൊക്കെ പറയുന്നത് അങ്ങനെ പെട്ടെന്ന് അങ്ങോട്ട് ദഹിക്കും. അല്ല, ആഭ്യന്തരമന്ത്രിയൊക്കെ ഞാൻ പറയുന്നത് രമേശ് ചെന്നിത്തലയൊക്കെ ഒന്ന് ആലോചിക്കണം. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കോൺഗ്രസിലെ വേറെ എത്രയോ നേതാക്കന്മാർ ഇതിനു വേണ്ടി അഹോരാത്രം പണിപ്പെട്ടിട്ടുള്ള ആരുടെയെങ്കിലും വീട്ടിൽ അദ്ദേഹം പോയില്ലെന്ന് നമുക്കറിയാൻ പാടില്ല. വ്യക്തിപരമായി പോകുന്നതിൽ തെറ്റൊന്നുമില്ല.
പക്ഷെ ഒരൊറ്റ കാര്യമുള്ളൂ, അല്ല, കാണുന്നതിലും നമുക്ക് പ്രശ്നം അല്ല ഉണ്ടായിട്ടല്ല. കോൺഗ്രസിൽ എപ്പോഴും പ്രശ്നം എന്താ വെച്ചാൽ, കോൺഗ്രസിൽ അവനവന്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു ഇമേജ് ബിൽഡിങ്ങിന് ആരൊക്കെ സഹായിക്കും, ചർച്ചയ്ക്ക് വന്നിരിക്കും. ഇനി മുതൽ ഇപ്പൊ ശ്രീത് പണിക്കർ എന്ത് ചെയ്യും? ഇനി മുതൽ അതിരൂക്ഷമായിട്ട് രമേശ് ചെന്നിത്തല വിമർശിക്കുമോ? ഇല്ല. ഇല്ല. വിമർശിക്കാതിരിക്കാനാണ് ഈ നമ്പർ, വേറൊന്നുമില്ല. അല്ലാതെ ഭയങ്കരമായി ഇപ്പൊ ശ്രീത് പണിക്കരോട് കാണാതിരുന്നിട്ട് ഉറക്കം പരാജിട്ടൊന്നുമില്ല. അപ്പൊ അത് എന്ന് പറയുന്നത് ഇത്തരത്തിൽ വിമർശിക്കാതിരിക്കാനുള്ള അവര് അങ്ങനെ. പിന്നെ പ്രത്യേകിച്ച് പാർട്ടിക്കുള്ളിൽ തന്നെ 25 ഗ്രൂപ്പുകളായതുകൊണ്ട് പാർട്ടിക്കുള്ളിൽ നിന്ന് വലിയ സംരക്ഷണമൊന്നും കോൺഗ്രസിനകത്ത് ആർക്കും കിട്ടില്ല. ഇപ്പൊ CPM-നകത്ത് അങ്ങനെയല്ല, BJP-ക്കകത്ത് അങ്ങനെയല്ല, അവർക്ക് സംരക്ഷണം കിട്ടും. മനസ്സിലായ? അതാണ് ഇതിന്റെ കാര്യമുള്ളത്. പിന്നെ ശ്രീത് പണിക്കരെ കുറിച്ചൊക്കെ പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ചില നിലവാരം കുറഞ്ഞ തമാശകളൊക്കെ ഉണ്ട്. എനിക്ക് അത് വായിച്ചിട്ടാണ് എനിക്ക് പണിക്കരോട് ആദ്യമായിട്ട് ഒരു ദേഷ്യം തോന്നുന്നത് കേട്ടോ. എനിക്കല്ലാതെ അദ്ദേഹത്തോട് ദേഷ്യമൊന്നുമില്ല. ഞാൻ ഫാക്ച്വലി മാത്രം അദ്ദേഹത്തെ വിമർശിച്ചിട്ടുള്ള ഒരാളാണ്. അദ്ദേഹത്തോട് ദേഷ്യം തോന്നിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അദ്ദേഹം DYFIയുടെ ഈ പൊതിച്ചോറ് വിതരണമോ അതുപോലെ എന്തോ പ്രശ്നം ഉണ്ടായപ്പോൾ, വണ്ടാനം ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ എന്തോ പ്രശ്നം ഉണ്ടായപ്പോഴത്തേക്കും ഒരു 2 ആണുങ്ങളും രണ്ട് ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും കൂടി ബൈക്കിൽ പോകുന്നതിന് അദ്ദേഹം എന്തോ വളരെ മോശപ്പെട്ട രീതിയിൽ, അതായത് മറ്റേ സാൻഡ്വിച്ച് വെച്ചേക്കണ പോലെ എന്നൊക്കെ പറഞ്ഞൊരു കമന്റൊക്കെ ഇട്ടിരുന്നു. അത്തരത്തിൽ ഒരു നിലവാരം കുറഞ്ഞ കമന്റുകളാണ് ഇടാറുള്ളത്. പിന്നെ ഇപ്പൊ സുരേന്ദ്രനെ അദ്ദേഹം വിമർശിക്കുമ്പോൾ പോലും ഉള്ളിയുടെ ഫോട്ടോ ഇടുക എന്നൊക്കെ പറയുന്ന ഒരു തറ ലെവലിലുള്ള വിമർശനമാണ്. സുരേന്ദ്രൻ അങ്ങനെയൊന്നും പറയാറില്ല. പക്ഷെ സുരേന്ദ്രൻ കൃത്യമായി ഫാക്ച്വലി ഏഷ്യാനെറ്റ് ന്യൂസിന്റെ ചർച്ചയിൽ വന്നിരുന്ന് പറയുന്ന കാര്യങ്ങളാണ് ഉപമിച്ചത്. ആ ഉപമിച്ചപ്പോഴാണ് ആക്രി പണിക്കർ എന്നുള്ളൊരു വാചകം നടത്തിയതെന്ന് പറഞ്ഞാൽ, ഇങ്ങനെയുള്ള നിരവധി പരാമർശങ്ങൾ സുരേന്ദ്രനെ കുറിച്ച് നടത്തുന്നതുകൊണ്ടാണ്. അതുകൊണ്ട് ഇത് ആരെയാണ് സഹായിക്കുന്നത് എന്നൊക്കെയുള്ളത് അവരവർ തീരുമാനിക്കട്ടെ. വസ്തുതാപരമായ വിമർശനങ്ങളെ നമുക്ക് ഇഷ്ടപ്പെടാം. പിന്നെ ഇതുപോലെയുള്ള കോമഡി പ്രോഗ്രാമൊക്കെ ഇടയ്ക്ക് ചെയ്യണമെന്നാണ് എനിക്ക് ശ്രീത്തിനോട് പറയാനുള്ളത്. ഏത് അമേരിക്ക ജനാധിപത്യം പുനഃസ്ഥാപിക്കാനായിട്ട് ഒരു രാജ്യത്തെ തലവനെ തട്ടിക്കൊണ്ടുപോവുകയും പ്രസിഡന്റ് തട്ടിക്കൊണ്ടുപോവുകയും അതിനുശേഷം അവിടെ കുറച്ച് ജനാധിപത്യം വിതറുകയും അതിനുശേഷം വീണ്ടും അവിടെ ജനാധിപത്യം പൂത്തുലയുകയും ചെയ്യുക എന്നൊക്കെ പറയുന്നതൊക്കെ ഇന്റർനാഷണൽ പൊളിറ്റിക്സിനെ കുറിച്ച് എന്നറിയാവുന്ന ഒരാൾ പോലും അങ്ങനെ എന്ത് ചെയ്യില്ല, ആയില്ലട്ട. പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നറിയാവുന്ന ഒരാൾ എന്ത് ചെയ്യില്ല, പറയില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, ഏഷ്യാനെറ്റ് തീർച്ചയായിട്ടും പുള്ളിനെ വിളിക്കണം. പുള്ളിനെ വിളിക്കാതെ ഒരു കാരണവശാലും ഇത് പുള്ളിയുടെ ചർച്ച പൂർണ്ണമാകില്ല. പിന്നെ അവരുടെ ആകെയുള്ള പരിപാടി എന്ന് പറയുന്നത് രാവിലെ ഒരു 4 പേരെ വിളിക്കുക, ചീട്ട് കളിക്കുക, അതിനിടയിൽ കുറച്ച് പിണറായി വിരോധം കുത്തിച്ചേരുത്തുക എന്നുള്ളത് മാത്രമാണ് ഇപ്പൊ. ഞാൻ സത്യം പറഞ്ഞാൽ വിചാരിച്ചു കഴിഞ്ഞ ദിവസം വിനുബി ജോണിനെയോ സിന്ധു സൂര്യകുമാരനെ ആരെങ്കിലും വിളിച്ചിട്ട് ശരിക്കും പറഞ്ഞാൽ സത്യമായിട്ടും പിണറായി വിജയൻ മാറിയിട്ടാ എന്ന് പറയണമെന്ന് ചോദിച്ചു. അല്ല, അപ്പൊ എന്താന്ന് ചോദിക്കുമ്പോ, അല്ല സത്യമായിട്ടും പിണറായി വിജയൻ മാറി. ആകെ പിണറായിക്ക് സന്തോഷം, അവർക്ക് സന്തോഷം ഉണ്ടാവുന്ന ഒരു കാര്യം വെച്ചാൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ മാറാത്തത് 3 സ്ഥലത്തേ ഉള്ളൂ. അതെവിടെയൊക്കെ താങ്കൾക്കറിയും? ഒന്ന് ഏഷ്യാനെറ്റ് ഓഫീസ്, അവിടെ മാറിയിട്ടില്ല. ആ പ്രദേശത്ത് മാറിയിട്ടില്ല. ആ പ്രദേശത്ത് ഇപ്പോഴും പിണറായി തന്നെയാണ് എന്ത് മുഖ്യമന്ത്രി. ആ പ്രദേശമുണ്ട്. എനിക്ക് നന്നായിട്ട് അറിയാം ആ പ്രദേശം. ഞാൻ അവിടെ പലരും കാണാൻ പോയിട്ടുള്ളതാണ്. ആ പ്രദേശമുണ്ട്. ആ ബൈക്കൊക്കെ വെക്കണ ആ പ്രദേശം, തൊട്ടപ്പുറത്തെ കടയില്ല, ഇപ്പുറത്തെ കടയില്ല, ആ ബൈക്കും കാറൊക്കെ പാർക്ക് ചെയ്യണ അവിടെ സ്ഥലത്ത് മാത്രം എന്ത് ചെയ്ത് കുറച്ചങ്ങോട്ട് നീങ്ങിയ മറ്റേ CPIയുടെ ഓഫീസൊക്കെ ഉണ്ട്, അവിടെയൊക്കെ മാറി. ഇവിടെ മാത്രം മാറിയിട്ടില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ KPCC ഓഫീസിലാണ്. KPCC ഓഫീസിന്റെ വെബ്സൈറ്റിലൊന്നും ഇതുവരെ മാറിയിട്ടില്ല. പിണറായി മാറി സതീശനൊന്നും വന്നിട്ടില്ല. അപ്പൊ അത്തരത്തിൽ മാറാത്ത സ്ഥലങ്ങളിൽ ഇനിയെങ്കിലും മാറി സത്യമായിട്ട് മാറി എന്നുള്ളത് ഞാൻ പറഞ്ഞ എക്സിക്യൂട്ടീവ് എഡിറ്റർ സിന്ധു സുകുമാരനെ കൊണ്ടോ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഡിറ്റർ ആയിട്ടുള്ള വിനുബി ജോണിനെ കൊണ്ടോ, ഇല്ലെങ്കിൽ കുറച്ചെങ്കിലും ഒരു ഇതുള്ള PG സുരേഷ് കുമാറിനെയോ കണ്ട് ഞാൻ എന്ത് ചെയ്യണം, രാവിലെ ചുറ്റുകൂടി ഇരിക്കുക, അവരെ വിളിക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, പിണറായി കാലത്തെ കുറിച്ച് ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുക. ഇതാണ് മാധ്യമപ്രവർത്തനം എന്ന് പറയുന്നത്. അസഹനീയമായി തുടങ്ങി. നേരത്തെ ഒക്കെ കുഴപ്പമില്ല, വിനുബി ജോണിന്റെ ഒക്കെ മറ്റേ ഇതൊക്കെ നമ്മൾ കേട്ടിരുന്നു. ഇനിയിപ്പോ റേറ്റിംഗ് കുറെ കാലമായിട്ട് നിർത്തി വെച്ചേക്കാണ്. റേറ്റിംഗ് വരുമ്പോ അറിയാം എന്താ സംഭവിക്കുക.